കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റർ ഓഫ് മാസ് അല്ലേ, അതിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് കുറച്ച് ആ സെൻറ്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കാരണം നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് ആ ഒരു പോർഷനിൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടെത്താൻ നമ്മളൊരു ഷോർട്ട് ഇക്വേഷനും പറഞ്ഞിരുന്നു. ഇൻ കേസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനുണ്ട്. പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനാണെങ്കിൽ m1r1 + m2r2 + m3r3 ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫോർമുലാസ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ അതിൻ്റെ മാസ് മൊമെൻറ്റ്സ് ഈക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിന് പഠിച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് നമുക്ക് കാൽക്കുലസിൻ്റെ ഒരു ഫോം നമുക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ RCM = ഇൻറ്റഗ്രൽ dm ഡോട്ട് r ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ dm എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമുലയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നതായിരിക്കും. കാരണം ഒരു തിക്ക് റോഡ് നമ്മളെടുത്തു. ആ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇതൊരു റോഡാണ് ഹാവിങ് ലെങ്ത് L. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു യൂണിഫോം ജോമെട്രിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഏകദേശം നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹാഫ് ഓഫ് ദ വേ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഈ കാണിച്ചിരിക്കുന്ന റോഡിനെ ഞാനൊരു ആക്സിസിൽ പ്ലേസ് ചെയ്യാണ്. ആക്സിസ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ആക്സിസ്, ഓക്കെ, വേർ ദ റോഡ് ഈസ് പ്ലേസ്ഡ് ആൻഡ് ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി റോഡ്. ലെറ്റ് us മാർക്ക് ദിസ് ആസ് ലെങ്ത് ഓഫ് ദ റോഡ്. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ ലെങ്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ലെങ്ത് ഈസ് L എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സോ ദാറ്റ് ലെങ്ത് ഈസ് L. ഓക്കെ, L ഈസ് ദ ലെങ്ത് ഓഫ് ദി റോഡ്. അപ്പോൾ എനിക്കിതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഈ dm എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ dmൻ്റെ വാല്യൂ കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കാണിച്ചിരിക്കുന്ന ജോമെട്രിയിൽ നിന്നും ഒരു സ്മോൾ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്തു, അതിനകത്തുനിന്ന് നിങ്ങൾ മാറ്റിയെടുത്തു. സോ ലെറ്റ് us imagine this is the small portion which you have taken from K and its length is dx അല്ലെങ്കിൽ dl എന്ന് എഴുതാം ഞാൻ. അപ്പോൾ ലെങ്ത് dx എന്ന് എഴുതി. ഈ സ്മോൾ പോർഷൻ്റെ ലെങ്ത് dx എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദി ആക്സിസ്. ഓക്കെ, നിങ്ങളെടുത്തിരിക്കുന്ന സ്മോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്മോൾ പോർഷൻ ഓഫ് ലെങ്ത് r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് ഓക്കെ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്മോൾ പോർഷൻ്റെ മാസാണ് നമ്മൾക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്മോൾ പോർഷൻ്റെ മാസ് എന്ന് പറയുന്നത് dm എന്നിട്ട് കൊടുക്കുക എനിക്ക്. ആ dmൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സി ഹിയർ ദ വാല്യൂ ഓഫ് ദി dm ഈസ് dm is equal to total mass by length into dx. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് നിങ്ങൾ dx അല്ലെങ്കിൽ dr എങ്ങനെയാണ് എടുത്തോ, dr എന്ന് എടുത്തോളൂ. സോ ഇറ്റ് ഈസ് dr. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് dr എന്ന് എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു dr, m/l ഇൻറ്റു dr എന്ന് കൊടുത്തു. ഓക്കെ, അതായത് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ആ സ്മോൾ പോർഷൻ്റെ ലെങ്ത്ത് നിങ്ങൾ dr എടുത്തു. അപ്പോൾ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത്ത് ഇൻറ്റു ലെങ്ത്ത് ഓഫ് ദാറ്റ് സ്മോൾ പോർഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി എലമെൻറ്റ്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഈ ഇക്വേഷനിലേക്ക് നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. അതിന് നിങ്ങൾക്കറിയാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതിന് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇൻറ്റഗ്രൽ x raised to n dx is equal to x raised to n plus 1 divided by n plus 1. ഇതാണ് നിങ്ങളതിന് പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. പോരാത്തതിന് നമുക്കറിയാം ഈ റോഡിന് ലിമിറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ 0 മുതൽ L വരെയുള്ള ഒരു ലെങ്ത്താണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ടല്ല, ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ് 0 to L എന്ന് പറയുന്ന ലിമിറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കേസുകളിലൊക്കെ നമുക്ക് ലിമിറ്റ് കൊടുക്കാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് ഈ രീതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ ലിമിറ്റ് കൊടുത്ത് ശീലിക്കുക, പഠിക്കുക. അപ്പോൾ x² dx ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അത് 0 to A ആണെന്ന് കരുതുക, 0 to A.
അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³ 3 അല്ലേ? എങ്ങനെയാണ് നമ്മളതങ്ങനെ മനസ്സിലായി? അതിന് തൊട്ട് മേലെയുള്ള ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 കിടപ്പുള്ളത്. അപ്പോൾ 2 + 1 = 3 / 2 + 1. അത് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ a വരെയാണ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ്, അതായത് ആദ്യം എക്സിന് a എന്നുള്ള വാല്യൂ കൊടുക്കുക. a³ 3 - 0³ 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? a³ 3 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. പൊതുവേ ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താലും മതി. പക്ഷേ നമ്മുടെ ഒരു ബേസിക് റൂൾ ഇങ്ങനെയാണ്, അപ്പർ ലിമിറ്റ് മൈനസ് എന്താണ്? ലോവർ ലിമിറ്റാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷനും ഈ ലിമിറ്റ് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ആ ബേസിക് സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യം നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, നമുക്ക് ഈ കാണുന്ന ഇക്വേഷനിൽ പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് RCM ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DM × R ഡിവൈഡഡ് ബൈ എന്താണ്? ഇൻ്റഗ്രൽ DM എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ ഇൻ്റഗ്രൽ DM എന്ന് പറയുന്നത് മൊത്തം മാസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇൻ്റഗ്രൽ DM × R ഇൻ്റഗ്രൽ M/L ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? dr ഇൻറ്റു എന്താണ്? R ഹോൾ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ DM ഞാൻ M എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുത്തെ M കളഞ്ഞു, 1/L ഇൻറ്റു ഇൻ്റഗ്രൽ R ഇൻറ്റു dr എന്ന് കൊടുത്തേക്കാം. അത് ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരിക? 0 മുതൽ L വരെയാണ്. കണ്ടല്ലോ. ഇനി എന്തായിരിക്കും ഈ കാണുന്ന ടേമിൻ്റെ ഇൻ്റഗ്രൽ എന്ന് ചോദിച്ചാൽ 1/L ഇൻറ്റു ഈ കാണുന്ന ടേമിൻ്റെ R⁻1 ആണ്. അപ്പോൾ R²/2 എന്നുണ്ടാവും. ദാറ്റ് ഈസ് 0 to L ആണ് ലിമിറ്റ്. ഓക്കെ, ഇനി ഞാൻ എന്താ പറഞ്ഞത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ 1/L ഇൻറ്റു അപ്പർ ലിമിറ്റ് ഈസ് L ആണ്. അപ്പോൾ R-ന് L എന്ന് കൊടുത്തു, L² മൈനസ് എന്താണ്? 0² അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L², 1/L ഇൻറ്റു L²/2, L ക്യാൻസൽഡ്, യു വിൽ ഗെറ്റ് ആൻസർ L/2. ഓക്കെ, അതായത് ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? അതിൻ്റെ L/2 ലെങ്ത്തിലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. Therefore, RCM ഓഫ് ദ റോഡ് ഈസ് അറ്റ് L/2. ഈ ഉത്തരം നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഊഹിച്ച് പറയാനും സാധിക്കും എന്നുള്ളതാണ് ആ ഷേപ്പ് ഒരു റെഗുലർ ജോമെട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്യാതെയും ഏകദേശം അതിൻ്റെ ഹാഫ് ഓഫ് ദ വേയിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ചെയ്തിരിക്കുന്ന ഈ മെത്തേഡ്, കാൽക്കുലസിൻ്റെ മെത്തേഡ്, ഒരു യൂണിറ്റ് എലമെൻറ്റിൻ്റെ മാസ് കണ്ടുപിടിച്ച് ചെയ്തു. അതിപ്പോൾ റെഗുലർ ജോമെട്രിക്ക് ആണെങ്കിലും ഇറഗുലർ ജോമെട്രിക്ക് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റൂൾ നമുക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. റെഗുലർ ജോമെട്രി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ജോമെട്രിക്കൽ ഷേപ്പുകളും അതിൻ്റെ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസുകളും ഒന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം റോഡിനെ സംബന്ധിച്ച് അതിൻ്റെ പൊസിഷൻ എത്രയായിരിക്കും? ഹാഫ് ഓഫ് ദ ലെങ്ത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ കുറേ ജോമെട്രീസ് ഉണ്ട്. അതിൻ്റെ എല്ലാം സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻസ് നമുക്കൊരു ഫിഗർ വെച്ച് നമ്മൾ കോഡ് ചെയ്ത് വെച്ചേക്കാം. സോ ലെറ്റ് us go to that part. So these are some of the geometries where you have to know about the position of center of mass. In case of semicircular ring, the position of center of mass is located at 0, 2r by pi ആണ്. Its figure is given there, axis is given there. Okay, അതുപോലെ തന്നെ ഈ കാണുന്ന ഹെമിസ്ഫെറിക്കൽ ഷെല്ലാണ്. നോട്ട് ഹെമിസ്ഫിയർ സോളിഡ് അല്ല, ഷെല്ലാണ്. ഷെല്ലായിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ കാണുന്ന പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കേസുകളുണ്ട്. നമുക്ക് ഷെല്ല് കേസുണ്ട്, സോളിഡ് കേസുകളുണ്ട്. ആ രണ്ട് കേസുകളും നമുക്കിവിടെ മാർക്കിട്ടുണ്ട്. ഒരു കേസിൽ നമുക്ക് എത്രയാണ്? 0r/2 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ 3r/8 ആണ് വരുന്നത്. അതുപോലെ തന്നെ കോൺ അല്ലേ, സോളിഡ് സർക്കുലർ കോൺ ആയിരിക്കുമ്പം 0 to h/4 ആയിരിക്കും. സിമിലർലി ഹോളോ കോൺ ആയിരിക്കണം 0 to എത്രയായിരിക്കും? h/3 ആയിരിക്കും. ഇവിടെയൊക്കെ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കും നമുക്ക് സ്പെസിഫിക് ആക്കി മെൻഷൻ ചെയ്തിരിക്കണം. ഇനി അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരു കേസാണ് ഈ കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഓഫ് മാസ് ഓഫ് സിസ്റ്റം ഓഫ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ്.
ഇവിടെ 2 മാസുകൾ M1 M2 എന്ന് 2 മാസുകളുണ്ട്. ഈ 2 മാസുകളുടെ കേസുകൾ നിങ്ങൾ നോക്കിയാൽ മതി. M1 ചെറുതാണ്, M2 വലുതാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. കൂടുതൽ മാസ് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കാണ് കൂടുതൽ നമുക്ക് ആ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഞാൻ ഈ പോയിന്റിലായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പോയിന്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പോയിന്റ് തന്നെയാണ് ഒറിജിൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒറിജിൻ ആയിരിക്കുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടെയാണ് ഉണ്ടാവുക? RCM എത്ര ഉണ്ടാവും? നമുക്ക് 0 ഉണ്ടാവും അല്ലേ? RCM 0 ആവണമെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ സെൻറ്റർ ഓഫ് മാസിൻ്റെ കണ്ടീഷൻ നമുക്ക് RCM നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? RCMന് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: M1 R1 പ്ലസ് M2 R2 ഡിവൈഡഡ് ബൈ എത്രയാണ്? M1 പ്ലസ് M2 ആണ് അല്ലേ? അപ്പോൾ RCM, അതായത് ഒറിജിനിലാണ് ആക്സിസ് എങ്കിലാണ് RCM 0 ആവുന്നത്. ഒറിജിനിൽ തന്നെയാണ് ആക്സിസ്, അല്ലെങ്കിൽ ആക്സിസിലാണ് ഒറിജിൻ എങ്കിൽ നമുക്കത് 0 എന്ന് കൊടുത്തേക്കാം. അങ്ങനെ വരുമ്പോൾ M1 R1 പ്ലസ് M2 R2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താവണം? 0 ആകണം. അപ്പോൾ M1 R1 പ്ലസ് M2 R2 0 ആവണമെങ്കിൽ M1 M2 നെഗറ്റീവ് ആവണം. മാസുകൾ നെഗറ്റീവ് ആവാൻ സാധ്യതയില്ല. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളൂ, R1 R2 എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം M1 ഓക്കെ ഇൻറ്റു മൈനസ് R1 പ്ലസ് M2 ഇൻറ്റു R2 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ M1 R1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തിരിക്കും? M2 R2 ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് സെൻറ്റർ ഓഫ് മാസ് ആക്സിസിലാണെങ്കിൽ പൊസിഷൻ വെക്ടർ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ M1 M2 നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ R1 R2 എന്താവണം? നെഗറ്റീവ് ആണ്. അപ്പോൾ M1 M2 ഒരിക്കലും നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ R1 R2 ഏതെങ്കിലും ഒന്ന് എന്താവണം? നെഗറ്റീവ് ആക്കി എടുക്കണം. ഇങ്ങോട്ട് നെഗറ്റീവ്, അങ്ങോട്ട് പോസിറ്റീവ് ആക്കി എടുക്കണം. സോ ഇവിടുന്ന് നമുക്കിങ്ങനെ എഴുതാം R2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? M1 ബൈ M2 ഇൻറ്റു എന്ത് കൊടുക്കാം? നമുക്ക് R1 എന്ന് കൊടുത്തേക്കാം. ദിസ് ഇസ് യുവർ R2 എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷൻ. ഇതേപോലെ R1 നമുക്ക് എഴുതാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, ആ ഫിഗറിൽ R1 പ്ലസ് R2 എന്ന് പറയുന്നത് എന്താണ്? D ആണ്. R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു നിങ്ങൾ എന്താണ്? D എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ D ഇസ് ഈക്വൽ ടു ഈ R2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ കൊടുത്തേക്കാം. എങ്ങനെ കൊടുക്കാം? R1 പ്ലസ് R2ൻ്റെ സ്ഥാനത്ത് M1 ബൈ M2 ഇൻറ്റു R1 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, സോ ഇഫ് യു ആർ സോൾവിങ് ദിസ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും M2 ഇൻറ്റു D ഇസ് ഈക്വൽ ടു M2. ഓക്കെ, ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം M2 പ്ലസ് M1 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? R1 എന്ന് കിട്ടും. നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ M2 R1 പ്ലസ് M1 R1 ഹോൾ ഡിവൈഡ് ബൈ M2 ഉണ്ട്. ആ M2 ഞാൻ ഇങ്ങ് എന്ത് ചെയ്തു? ട്രാൻസ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ R1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? M2 D ഡിവൈഡ് ബൈ M1 പ്ലസ് എന്ത് കിട്ടും? M2 എന്ന് കിട്ടും. സോ ഇതാണ് നിങ്ങളുടെ ഏത് R1 ഫ്രം എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് R1 ഫ്രം M2 അല്ലേ? M2 D R1 എന്ന് പറഞ്ഞിരിക്കും ഫ്രം M1. അതുപോലെ തന്നെ R2 കണ്ടുപിടിക്കണമെങ്കിൽ ഡു ദ സെയിം തിങ് ഹിയർ. ഐസൊലേറ്റ് R1 ഫ്രം ദിസ് ഇക്വേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ദെയർ, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഫോർ ദാറ്റ് വൺ. അപ്പോൾ ഇതാണ് എന്ത്? സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഡിസ്ക്രീറ്റ് എന്താണ്? പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് R1 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനാണ് അല്ലേ? ഇവിടുന്ന് M1 എന്നാണ്. R2 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഫ്രം M2 എന്നാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അതാണ് ശ്രദ്ധിച്ചു വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ see here there is one more എന്താണ്? cavity of an object. അതായത് നമ്മൾ ഒരു സോളിഡ് എന്താണ്? ഒരു ഡിസ്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ഒരു എന്താണ് റേഡിയസ് ഉള്ള മറ്റൊരു ഡിസ്ക് നമ്മൾ കാർവ് ചെയ്ത് എടുത്തു. കാർവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻസിൻ്റെ മാസ് അവിടെ എന്ത് ചെയ്തു? വാനിഷായി. ഇപ്പം ഇത്രയും പോർഷൻ്റെ മാസ് അവിടെ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേർ വിൽ ബി ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് എന്താണ്? ബോഡി ലൊക്കേറ്റഡ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എന്താണ്? ഡിസ്ക് അല്ലേ? നമ്മൾ അവർ കാണിച്ചിരിക്കുന്ന ഡിസ്ക് ഇതായിരുന്നു നമ്മുടെ ഡിസ്ക് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഏകദേശം എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ആ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ ഈ ഒരു പോയിന്റിലായിരിക്കും. സോ ദിസ് വിൽ ബി ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ആക്ച്വലി ഇവിടെ ക്യാവിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഉള്ളതാണ്. ക്യാവിറ്റി വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇത്രയും പോർഷനിലെ മാസ് പോയി. അങ്ങനെയാണ് ആ സെൻറ്റർ ഓഫ് മാസ് കുറച്ച് ഈ ഭാഗത്തോട്ട് നീങ്ങും.
അപ്പം ക്യാവിറ്റിയോട് കൂടിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ കാണുന്ന കണ്ടീഷൻ നോക്കി. ഓക്കെ, അപ്പോൾ ക്യാവിറ്റിയോട് കൂടിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ, ഓക്കെ, ഇവിടെ ആയിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാവിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി മാസ് ഫോക്കസ്ഡ് പോയിന്റിലേക്ക് എന്തായിട്ടുണ്ടാവും, നീങ്ങിയിട്ടുണ്ടാവും, ഉറപ്പാണ്. അതായത് ഇപ്പോൾ ഈ ബോഡിയെ സംബന്ധിച്ച് ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും വെൻ യു മെയ്ഡ് എ ക്യാവിറ്റി. അപ്പം ക്യാവിറ്റി എന്ന് പറയുന്നതൊരു സം പോർഷൻ ഓഫ് ദി എന്തായിരിക്കും, ആ ഡിസ്കിൻ്റെ മാസ് ആയിരിക്കും. അപ്പം ഞാൻ തൽക്കാലം ഈ ക്യാവിറ്റിയുടെ റേഡിയസ് ആയിട്ട് ഞാൻ R എന്ന് സങ്കല്പിച്ചാൽ, ഓക്കെ, R എന്ന് സങ്കല്പിച്ചാൽ ഈ ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഈ കാണുന്ന ഡിസ്കിൻ്റെ റേഡിയസ് ഞാനിവിടെ 2R എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഡിസ്കിൻ്റെ റേഡിയസ് ഞാൻ 2R എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഒരു നമുക്കൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് 2R എടുത്തു. അപ്പം ഡിസ്കിൻ്റെ റേഡിയസ് 2R ആണെങ്കിൽ ക്യാവിറ്റിയുടെ എന്താണ് റേഡിയസ് R ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത്, ഇപ്പം ഇതിൻ്റെ മാസ് M എന്നെടുത്താൽ, ഓക്കെ, ഇതിൻ്റെ മാസ് M എടുത്താൽ ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം, ക്യാപിറ്റൽ M മൈനസ് മാസ് ഓഫ് ക്യാവിറ്റി. ഓക്കെ, മാസ് ഓഫ് ക്യാവിറ്റി, അതായത് മാസ് ഓഫ് ദി പോർഷൻ വിച്ച് യു കാർവ്ഡ്. ഓക്കെ, M1 എന്ന് പറയുന്നത് എന്താണ്, മാസ് ഓഫ് ക്യാപിറ്റൽ M മൈനസ് മാസ് ഓഫ് പോർഷൻ കാർവ്ഡ്. മാസ് ഓഫ് പോർഷൻ, മാസ് ഓഫ് പോർഷൻ കാർവ്ഡ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇപ്പം ഈ ഒരു എന്താണ് ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു കൺസെപ്റ്റ് എടുക്കുവാണ്, ഒരു നെഗറ്റീവ് മാസ് തിയറി എടുക്കുകയാണ്. നെഗറ്റീവ് മാസ് തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പം പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ XCM ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഈ കാണുന്ന ഫസ്റ്റ് എന്താണ് ഡിസ്കിൻ്റെ മാസ് M1 ആയിട്ടും ഇതിൻ്റെ മാസ് ഞാൻ M2 ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തേൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കാണുന്ന എന്താണ് ബോഡിയെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം ഈ M2 ആയിട്ട് എടുക്കുന്നത് ഈ ക്യാവിറ്റി എമൗണ്ട് ഉണ്ടാവുമല്ലോ അതിൻ്റെ മാസാണ് നമ്മൾ M2 ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു നെഗറ്റീവ് മാസാണ്, കാരണം ആ ഡിസ്കിൽ നിന്ന് നമ്മൾ എന്താക്കുകയാണ്, എടുത്തു മാറ്റിയ മാസമായതുകൊണ്ട് ഈ ഫോർമുല ഞാൻ ഇങ്ങനെ എഴുതും, M1 ഇൻറ്റു x1 മൈനസ് M2 ഇൻറ്റു x2 ഹോൾ ഡിവൈഡഡ് ബൈ M1 മൈനസ് M2. ഓക്കെ, അതായത് നിങ്ങൾ എടുത്തു മാറ്റിയ ക്യാവിറ്റിയുടെ മാസ് ഇപ്പോൾ M1 എന്ന് പറയുന്നത് ഈ ഡിസ്കിൻ്റെ മാസാണ്. അപ്പം നിങ്ങളോട് കാണാൻ പറഞ്ഞത് ഈ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ അല്ല, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഏകദേശം എവിടെ ഇരിക്കും, ഈ കാണുന്ന പോയിന്റിലിരിക്കും. അപ്പോൾ ഇത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിസ്കിൻ്റെ ആ ചെറിയൊരു പോർഷൻ്റെ മാസ് നമ്മൾ കുറയ്ക്കുക എന്നുള്ള ലോജിക്കിലാണ് നെഗറ്റീവ് മാസ് തിയറി എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ എന്താണ് ഡിസ്കിൻ്റെ മാസ് ഞാൻ ക്യാപിറ്റൽ M എന്ന് എടുത്തു കഴിഞ്ഞു. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇനീഷ്യലി എടുക്കുന്ന സമയത്ത് ഈ ആക്സിസിൽ നിന്ന് എത്ര അകലെയാണ് ഈ കാണുന്ന നിങ്ങളുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എന്താണ് R. അതായത് ഈ കാണുന്ന കോർഡിനേറ്റ് 0 0 എന്നെടുത്താൽ ഈ കാണുന്ന ക്യാവിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ കാണുന്ന ഡിസ്റ്റൻസിലായിരിക്കും, R0യിലായിരിക്കും. ഓക്കെ, കാരണം ഈ ആക്സിസിൽ നിന്ന് ഇത്രയും അകലെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം x1 എന്ന് പറയുന്നത് 0യും x2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, 1. അതുപോലെ M1 എന്ന് പറയുന്നത് മൊത്തം മാസാണെങ്കിൽ M2 എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ ക്യാവിറ്റിയുടെ അതായത് മൊത്തം മാസിനെ മൊത്തം ഏരിയ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ,
മൊത്തം മാസിന് ഞാൻ മൊത്തം ഏരിയ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഈ കാണുന്ന എന്താണ് ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ആറിൻ്റെ സ്ഥാനത്ത് 2r എന്ന് കൊടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടും 4 പൈ ആർ സ്ക്വയർ എന്നാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം മാസിന് എന്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും? മൊത്തം എന്താണ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2r 4 പൈ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്തു? മാസ് ഓഫ് ദി എന്താണ് ഏരിയ ഓഫ് ദിസ് എന്താണ് ക്യാവിറ്റി, അതെന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ് അല്ലേ. ആ ഒരു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും m2 = m/4 പൈ ആർ സ്ക്വയർ ഇസ് ഇൻറ്റു പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ക്യാൻസൽഡ് ആൻഡ് യു ഗോട്ട് ദ മാസ് ആസ് m/4. സോ m2 ഈസ് എത്ര കിട്ടി നിങ്ങൾക്ക്? m/4 എന്ന് കിട്ടി. കണ്ടോ? ഓക്കെ, അതിൻ്റെ 4/1 ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് ഒന്ന് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m1 എന്ന് പറയുന്നത് m ആണ്. m × 0 മൈനസ് m2 എന്ന് പറഞ്ഞാൽ m/4 ആണ്. m/4 ഇൻറ്റു അതിൻ്റെ ലൊക്കേഷൻ ഓഫ് ഇത് എന്താണ് പൊസിഷൻ, ആ പോയിന്റ് 6 ആണ്. ഹോൾ ഡിവൈഡർ ബൈ നമുക്ക് എന്ത് കൊടുക്കാം? m - m/4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് m കോമൺ ആയതുകൊണ്ട് ഇത് 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് m കോമൺ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തേക്കാം. അങ്ങനെയാണ് ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ -r/4 ഡിവൈഡഡ് ബൈ ഇവിടെ 1 - 1/4 ഉണ്ടാവും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ താഴെ -r/4 മേലെ കിടപ്പുണ്ടാകും. താഴെ നമുക്ക് എന്താണ് 3/4 ഉണ്ടാകും. ഓക്കെ, 4 കട്ട് ചെയ്തു. ബാക്കി എത്രയുള്ളത്? -r/3 എന്നുണ്ടാവും. ഓക്കെ, -r/3. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ പൊസിഷൻ, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടേക്ക് മാറി? -r/3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉള്ള പോയിന്റിൽ നിന്നും എങ്ങോട്ട് നീങ്ങി? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നീങ്ങി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് ഇക്വേഷൻസ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. നേരെ ഇക്വേഷൻസ് പഠിച്ചാൽ മതി. അതിലേക്ക് വേണ്ട എലമെൻറ്റ്സ് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു 6 റേഡിയസ് ഉള്ള ഒരു ക്യാവിറ്റി എടുത്തു മാറ്റി എന്നാണ് പറഞ്ഞത്. പകരം ഇതിനകത്ത് ഇനിയിപ്പം 6/2 റേഡിയസ് ഉള്ള ഒരു ക്യാവിറ്റി എടുത്ത് മാറ്റും. ഇപ്പോൾ 6/2 റേഡിയസ് ഉള്ള ഒരു ക്യാവിറ്റി ആകുമ്പോൾ 6/2 റേഡിയസിലുള്ള ആ ക്യാവിറ്റിയുടെ എന്താണ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മാസ് കിട്ടും. ദാറ്റ് മാസ് ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ. ഓക്കെ, ഇതാണ് നിങ്ങളിതൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.